Hi and welcome to a 149cc DOSC engine producing 18.28 bhp of power and 40 km/liter mileage. ഇന്ന് നമ്മുടെ കൂടെയുള്ള ആ ഒരു 149cc കാലം തെറ്റി ഇറങ്ങിയ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി സ്പോർട്ട് ക്രൂസർ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെയിം 2012 തന്നെ ലോഞ്ച് ചെയ്ത ഒരു ഓൾമോസ്റ്റ് സെയിം സ്പെക്ക് വരുന്ന ഒരു പ്യുവർ സ്പോർട്ട് ബൈക്ക് ആയിട്ട് കോമ്പീറ്റ് ചെയ്താണ് ഈ ഒരു വണ്ടി ഇന്ത്യയിലേക്ക് ലോഞ്ച് ആയത്. ഇപ്പോഴും ഈ ഒരു സെഗ്മെന്റിന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന ഒരുപാട് പേര് ഈ ഒരു ബൈക്കേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. അത്രത്തോളം ആരാധകരുള്ളൊരു അഡാർ OG 150 എന്ന് വേണേൽ പറയാം. ദാറ്റ്സ് CBR 150R. യെസ്, 2012 ലോഞ്ച് ചെയ്ത ഹോണ്ടയുടെ അവരുടെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റർ, അവരുടെ ഒരു അൾട്രാ വജ്രായുധം എന്നൊക്കെ വേണേൽ പറയാം, ഹോണ്ടയുടെ CBR സീരീസ്. അതിൽ എനിക്ക് തോന്നുന്നു 250 സീരീസൊക്കെ പിന്നെയും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു 150 സീരീസ് വളരെ ചുരുക്കം യൂണിറ്റുകളെ സെല്ലായി പോയിട്ടുള്ളൂ. 150 മോസ്റ്റ്ലി കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ R15 V2, അതുപോലെ കുറച്ച് നെയ്ക്കഡ് ആയിട്ടുള്ള അന്ന് ഇറങ്ങിയ വണ്ടികളൊക്കെ ആയിട്ടായിരുന്നു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ലോഞ്ച് ചെയ്തത് 1.22 1.17 1.22 ആ റേഞ്ചിലെങ്ങാണ്ടായിരുന്നു CBRൻ്റെ 150 ലോഞ്ച് ചെയ്തത്. ആ സമയത്ത് R15 സീരീസ് നമുക്ക് കാണാൻ പറ്റുന്നത് ബിലോ 1 lakh സംതിങ് ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. സംഭവം ഇതിൻ്റെ ശരിക്കുള്ള ഒരു ക്യാപ്പബിലിറ്റി ആൾക്കാർ അറിയാതെ പോയി. ഇത് ഹോണ്ടയുടെ വൺ ഓഫ് ദ മോസ്റ്റ് കഴിവ് ഏറിയ ഒരു ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം R15 ഒക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാലും 0 to 100 ഒക്കെ ഇവൻ വളരെ ക്വിക്കാണ്. അതുപോലെ തന്നെ ആ ഒരു സെയിം മൈലേജ്, അതായത് അറൗണ്ട് 40 കിലോമീറ്റേഴ്സ് മൈലേജ് വണ്ടി തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ റീസൺസ് കാരണം അധികം സെയിലായി പോവാതെ അങ്ങനെ പോയ ഒരു മോഡലാണ് ഈ ഒരു 150 സീരീസ്. നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലോട്ട് പോകാം. നമുക്ക് ഡിസൈൻസും കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ അഗ്രസീവ്. ആ ഒരു ടൈമിൽ ഹാലോജൻ ഹെഡ്ലൈറ്റിൽ പക്കാ അഗ്രസീവായിട്ട് ബിൽഡ് ചെയ്തിരുന്ന ഒരു ഹെഡ്ലൈറ്റാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നത്. ഫ്രണ്ട് സെഷൻ, അതായത് ഈ ഒരു സെഷൻ മാത്രം കുറച്ച് ഒരു ഉരുണ്ടിട്ടുള്ള ഒരു സെഷനായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഈ സൈഡ് സെഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഒരു എന്താ പറയുക, നല്ല ഷാർപ്പായിട്ട് ബിൽഡ് ചെയ്തിട്ട് ആ ഒരു അകത്തൊരു റൗണ്ട് ഒരു ഹാലോജൻ്റെ ഒരു പീസുണ്ട്. ദെൻ അതിനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ RC-ക്കകത്തൊക്കെ വരത്തില്ലേ, ഒരു 2 റിങ്, അതിനെ കട്ട് ചെയ്തിട്ടാണ് ബാക്കി ഷേപ്പ് പോകുന്നത്. ആ ഒരു അഗ്രഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഷേപ്പാണ് ഹെഡ്ലൈറ്റിൻ്റെ ഫ്രണ്ട് ലുക്ക് കിട്ടുന്നത് കേട്ടോ. ദെൻ നല്ല ബൾക്കി ആയിട്ടുള്ള 2 സൈഡ് പീസുകളുണ്ട്. നല്ല വിൻ പ്രൊട്ടക്ഷൻ തരുന്ന നമുക്ക് നല്ല പക്ക ഒരു വൈസേഴ്സ്, നല്ല സോളിഡ് വൈസേഴ്സ് ആണ് കേട്ടോ. ബിൽഡ് ക്വാളിറ്റി ഒക്കെ നോക്കി കഴിഞ്ഞാൽ പക്ക ബിൽഡ് ക്വാളിറ്റിയാണ് വണ്ടിക്ക്. സൈഡ് പാനൽസ് ഒക്കെ വരുന്നത് പ്ലാസ്റ്റിക് ആണ്. ടാങ്ക് പക്ക മെറ്റൽ ബിൽഡാണ്, ഫുൾ മെറ്റൽ ബിൽഡാണ്. അത് ഫൈബറോ കാര്യങ്ങളോ ഒന്നുമല്ല, ഫുൾ മെറ്റൽ ബിൽഡാണ് വണ്ടിയുടെ ടാങ്ക് വരുന്നത്. കേട്ടല്ലോ അല്ലേ? അപ്പം അത്രത്തോളം നല്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കുറവില്ല. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഏജ്ഡ് ആകുമ്പോഴത്തേക്കിനും കളറൊന്ന് ഡിമ്മായി പോകുന്നൊരു ഇഷ്യൂ ഉണ്ട്. ബട്ട് ഓവറോൾ ബിൽഡ് ക്വാളിറ്റി ഇപ്പോഴും കിറ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലുള്ള വൈബ്രേഷൻസോ ഇളക്കങ്ങളോ ഒന്നും തന്നെ വണ്ടി തരുന്നില്ല. അത്രത്തോളം നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന വണ്ടിയുടെ കിറ്റുകളാണ് ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ. ദെൻ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ പുറകിലൊരു ഡുവൽ ടോൺ പീസുകളാണ് വരുന്നത്. ഒരു വൈറ്റ് പോർഷൻ വന്നിട്ട് ദെൻ ആ ഒരു ബ്ലാക്ക് ടെയില്, അതിൻ്റെ ബാക്കിലെ ടെയിൽ ലൈറ്റൊക്കെ നല്ല പക്ക ആ ഒരു ടൈമിൽ ഭയങ്കര ഫാൻ ബേസ് ഉള്ളൊരു ടെയിൽ ലൈറ്റാണ്. മറ്റേ നമ്മുടെ R15ൻ്റെ അത്ര അഗ്രസീവായിട്ടുള്ള നല്ല ഹൈറ്റ് കൂടിയ ടൈലൈറ്റ് ഇല്ല. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ മോനെ, നമ്മുടെ നോർമൽ ഇപ്പോഴത്തെ ഇൻഡിക്കേറ്റർ 2 തട്ട് തട്ടിയാൽ കിടന്ന് ആടാൻ തുടങ്ങും. പക്ഷേ ഇവൻ പക്ക ഇപ്പോഴും ഒന്ന് ഓർത്ത് നോക്കി, വണ്ടി എടുത്തപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും ഇപ്പോഴും പക്ക സോളിഡായിട്ട് തന്നെ അവിടെ ഇരിപ്പുണ്ട്. മീറ്റർ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നമുക്ക് ഫ്ലൈറ്റിൻ്റെ കോക്പിറ്റിലോട്ടൊക്കെ കയറുന്ന ടൈപ്പ് ഒരു ഫീല് തരുന്നൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് വരുന്നത്. മീറ്റർ ഒന്ന് ഓണാക്കി കാണിച്ചു തരാം കേട്ടോ. നൈസ് മീറ്റർ കൺസോൾഡാണ്. വണ്ടിക്ക് ഇവിടെ ഒരു RPMൻ്റെ ഡയൽ വരുന്നുണ്ട്. പിന്നെ താഴെ ഡിജിറ്റൽ കൺസോൾഡാണ്. കുറേ അധികം ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ടെമ്പറേച്ചർ, ടോട്ടൽ ട്രിപ്പ്, പിന്നെ ടൈം, ഫ്യൂവല്, ദെൻ ലെഫ്റ്റ് റൈറ്റ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ്, ഹൈ ബീം, ലോ ബീം, എൻജിൻ വാർണിംഗ് ലൈറ്റ്, ഇത്തരം സാധനങ്ങളാണ്
നമുക്ക് മീറ്ററിനകത്ത് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു ഫൺ ഫാക്ടർ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു സ്വിച്ച് കണ്ടല്ലോ അല്ലേ, ഈ ഒരു സ്വിച്ച് ഒരു 100cc വണ്ടിയായിട്ട് വളരെ സാമ്യമുണ്ട്. ഇത് കയറി ഇരുന്ന് ഓടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനാണ് 2 ദിവസം ഓടിച്ചു. 2 ദിവസം ഓടിച്ചപ്പോൾ എനിക്കൊരു വണ്ടിയുണ്ട് ഓൾറെഡി, ആ ഒരു 100cc വണ്ടിയുണ്ട്, അതുമായിട്ട് സെയിം ആയിട്ടുള്ളൊരു ഫങ്ഷൻസാണ് വരുന്നത്. ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ഓൺ സ്വിച്ച്, ഇവിടെ ഹൈ ബീം ലോ ബീം, ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ്, ഇവിടെ ഹോൺ, പിന്നെ എഗ്നിഷൻ. കിൽ സ്വിച്ച് ഇല്ല കേട്ടോ. സോ അതൊക്കെയാണ് ലുക്ക് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. ഇനി വർക്ക് വൈസ് സാധനം എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. വണ്ടിയുടെ എഞ്ചിൻ 149cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്, DOSC എഞ്ചിനാണ് കേട്ടോ സാധനം. DOSC എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കിനും അത്യാവശ്യം നിങ്ങൾക്കറിയാം എത്രത്തോളം റിഫണ്ട്. ഇപ്പോഴാണ് നമ്മുടെ ബജാജൊക്കെ DOSCയിലോട്ട് കൺവേർഷൻ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ 2012 DOSC എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു ബൈക്കായിരുന്നു കേട്ടോ. 150cc DOSC എഞ്ചിൻ ഈ ഒരു സാധനത്തിനുണ്ടായിരുന്നു. വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 18.28 bhp അറ്റ് 10,000 RPM. 10,000 RPM ആണ് ഈ ഒരു സാധനം. സോ എനിക്ക് ഓർക്കാവുന്നേ ഉള്ളൂ, അത്യാവശ്യം ഹൈ ആയിട്ടുള്ള RPM വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉള്ളത്. വണ്ടി അതുപോലെ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഗിയർ റേഷ്യോസ് 6 ഗിയേഴ്സ് ആണ്. 6 ഗിയേഴ്സും അത്യാവശ്യം ഹൈ ഗിയേഴ്സ് ആണ്. ഫുൾ ഗിയർ നമുക്ക് ഫുൾ ത്രോട്ടിൽ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റോട് കൂടി ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു ഗിയേഴ്സ് ആണ്. ഞാനിത് എടുത്തിട്ട് 6th ഗിയർ ഇട്ട് ഓടിച്ചതൊക്കെ വളരെ വിരളമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെ ഓടിക്കേണ്ട ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല നമുക്ക്. അത്ര RPM കൂട്ടിയൊക്കെ ഓടിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ടൈം കിട്ടുന്നില്ല. 6th ഗിയർ ഇടുന്നത് വളരെ ചുരുക്കമായിരുന്നു. ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ആ ഒരു ഗിയർ റേഷ്യോയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹൈവേയിൽ സാധനം പക്ക ആയിരിക്കും. കാരണം 6th ഗിയറിലൊക്കെ ഇതിൻ്റെ ഒരു 10,000 RPM ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും എനിക്കൊന്നൊരു 130 സുഖമായിട്ട് കയറി പൊക്കോളും. ഇതിൻ്റെ ഓണർ ക്ലോക്ക് ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് 135 ആ റേഞ്ചാണ്. പക്ഷേ വണ്ടി ഓടിക്കയറും, അറിയാലോ. ഹൈവേക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഈ സാധനം. അധികം ഇനി സംസാരിച്ച് നിൽക്കാതെ ഞാൻ വണ്ടി ഒന്ന് ഫയർ അപ്പ് ചെയ്ത് കാണിച്ചു തരാം. റെവ് ചെയ്യുമ്പോൾ ഒക്കെ ഇപ്പോഴും ഇത്ര ഏജ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയായിട്ടും വളരെ സ്മൂത്തായിട്ടാണ് എൻജിൻ റെസ്പോണ്ട് ചെയ്യുന്നതും എല്ലാം തന്നെ. വണ്ടി റണ്ണിങ്ങിലാണേലും നമ്മൾ കൈ കൊടുക്കുമ്പം ആ ഒരു പവർ ഡെലിവറി ഓൺ ഹാൻഡാണ്. നമുക്ക് ആ ക്വിക്ക് റെസ്പോൺസ് ആണ്, അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും. അത് ഒരുപാട് വലിച്ചെടുത്തുള്ള ബഹളങ്ങളൊന്നുമല്ല. ഇത് ഞാൻ പറയില്ലേ, എല്ലാ ഗിയേഴ്സും അത്യാവശ്യം ഹൈ RPM കയറ്റി ഓടിക്കാവുന്ന വണ്ടിയാണ്. നമ്മുടെ 1 കഴിഞ്ഞാൽ 10, 20 അങ്ങനത്തെ ഒരു പെട്ടെന്ന് ക്വിക്കായിട്ട് കയറുന്ന ഒരു RPM കാര്യങ്ങളും അല്ല. പക്ഷേ കയറ്റി കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ സാധനം വേറെ ലെവല് ഫീലായിട്ടോ തരുന്നത്. 2 ദിവസം ഓടിച്ചപ്പോൾ തന്നെ നമുക്കത് നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇത്ര നാളും ഞാൻ CBR അങ്ങനെ ഒരു ലോങ് ടൈം യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ യൂസ് ചെയ്തിട്ട് വണ്ടി മാരകം. ആ ഒരു എന്താ പറയുക, അറിഞ്ഞ് ഓടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം എടുത്തുകൊണ്ട് പോകുന്ന ഒരു പോക്കുണ്ട്. അത് വേറെ ലെവലാണ് കേട്ടോ. വണ്ടിയുടെ സൗണ്ടൊക്കെ വളരെ നീറ്റാണ്. നമുക്ക് കയറി ഇരുന്നിട്ടൊന്ന് സംസാരിക്കാം. സീറ്റൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. നമുക്ക് റൈഡിങ് പൊസിഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യാം. അതേസമയം പുറകിലോട്ട് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടക്കിൻ ചെയ്ത് ആ ഒരു വൈസറിനകത്തിരുന്ന് ആ ഒരു എയർ ക്യാവിറ്റിക്ക് ഉള്ളിലിരുന്ന് നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് പോകാനും പറ്റും. ഹാൻഡിൽ ബാർസ് ഒക്കെ ആണെങ്കിലും വലിയ കൈക്ക് അധികം സ്ട്രെസ് തരത്തില്ലാത്ത രീതിയിലുള്ള ഹാൻഡിലിൻ്റെ പൊസിഷനും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. വലിയ അഗ്രസീവ് അല്ല വണ്ടി. ലൈക്ക് നമുക്ക് എന്താ പറയുക, ഒരുപാട് സ്ട്രെസ് തരത്തില്ലാത്ത രീതിയിൽ ഇരിക്കാവുന്ന ഒരു സീറ്റിംഗ് പോസ്റ്ററാണ് വണ്ടിക്ക് വരുന്നത് കേട്ടോ. നമുക്ക് വണ്ടി ഒന്ന് ഇനിയൊന്ന് ഓടിച്ച് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ക്യാമറയുടെ ഒരു ചെറിയൊരു അപാകത കാണും. കാരണം ഷൂട്ട് ചെയ്യുന്നത് ഫോണിലാണ്. എനിക്ക് വൈഡ് ആംഗിൾ ലെൻസോ ഗോപ്രോയോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഡയറക്റ്റ് ഫോണിൽ നിന്നുള്ള വിഷ്വൽസ് ആയിരിക്കും ഇത്. ഞാൻ എന്തായാലും ഒരു സ്ട്രൈറ്റ് ലൈനിൽ കൊണ്ടുപോയിട്ടിട്ട് വണ്ടി ഒന്ന് വലിച്ചെടുത്ത് കാണിച്ചു തരാം. പിന്നൊരു സംഗതി പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3rd 4th ഗിയറിൽ ഒരു 20 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചാൽ ഇവന് സ്ട്രെസ് അറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ 11,000 RPM ഓടിച്ചാലും ഈ ഒരു വണ്ടിക്കകത്തുനിന്ന് അധികം സ്ട്രെസ് നമുക്ക് ഫീൽ ആകത്തില്ല കേട്ടോ.
സോ എഞ്ചിന്റെ ട്യൂണിങ് ആ ഒരു രീതിക്ക് എന്താ പറയാ, കുറഞ്ഞ സ്പീഡുകളും അതുപോലെ തന്നെ ആ ഒരു ഹെവി സ്ട്രെസ് ഔട്ടായിട്ട് നമുക്ക് ത്രോട്ടിൽ കൊടുത്ത് ഓടിക്കുക. ഈ വണ്ടി ഹാപ്പിയാണ്, ത്രോട്ടിൽ കൊടുത്തോ ഒരു കുഴപ്പമില്ല, ഞാനുണ്ട് കൂടെ നിന്നോളും, സാധനം ഓക്കെയാണ്. സോ അങ്ങനെ നമുക്ക് ത്രോട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്ത് ഓടിക്കാനും ഈ ഒരു വണ്ടി ഓക്കെയാണ്, ഓക്കെ ടിക്കാണ് സാധനം. ഇവിടെ ഒരു ചെറിയൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ വണ്ടിയുടെ 0 to 60 0 to 70 കുറച്ചൊന്ന് വലിച്ചെടുത്ത് കാണിച്ചു തരാം. ഞാനിപ്പം ഓൾ ദ വേ ടു ഫസ്റ്റ് ഇട്ടു, ഞാൻ പിന്നെ വണ്ടി തിരിക്കാനായിട്ടാണ് കുറച്ച് കഷ്ടപ്പെടുന്നത്. കാരണം കുറച്ച് ടേണിങ് റേഡിയസ് വണ്ടിക്ക് കുറവാന്ന് വേണേൽ പറയാം കേട്ടോ. പക്ഷേ ബാക്കിയുള്ള വണ്ടികൾ നോക്കിക്കഴിഞ്ഞാൽ അത്രത്തോളം ഇല്ല. നമുക്ക് സഹിക്കാവുന്ന രീതിയിലുള്ള ഒരു ടേണിങ് റേഡിയസും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉള്ളൂ. ഞാൻ ഒറ്റ തവണയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വണ്ടി വലിച്ചെടുത്ത് കാണിച്ചു തരാം. നമ്മളിപ്പോ ഫസ്റ്റിലാണ് കേട്ടോ. നോക്കിക്കഴിഞ്ഞാല് വണ്ടി സെക്കൻഡ് ഗിയറിൽ 8 കയറുന്നുണ്ട്, സെക്കൻഡ് ഗിയറിൽ 81 ക്ലോക്ക് ചെയ്യുന്നുണ്ട് വണ്ടി. അതായത് നിങ്ങൾ ആ ഒരു RPM മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി നല്ല മാരകമായിട്ടുള്ള നല്ല പക്ക സ്പീഡ് ഡെലിവറിയാണ് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞ, ഈ വണ്ടി യൂസ് ചെയ്യേണ്ട പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാരക പെർഫോമൻസ് തരുന്ന ഒരു വണ്ടിയാണ്. ഞാൻ ഇപ്പോൾ 4th ഗിയറിലാണ് ഉള്ളത്. സ്പ്ലെൻഡറൊക്കെ ഓടിച്ച് നടക്കുന്ന പോലെ ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത്. 33 റൗണ്ടിലാണ് സ്പീഡ് പോകുന്നത്. വണ്ടി വലിയ എഞ്ചിന്റെ ഭാഗത്ത് സ്ട്രെസ് ഒന്നും തന്നെ കാണിക്കുന്നില്ല. ആ ഒരു സ്പീഡിൽ നിങ്ങൾക്കൊരു 2000-3000 RPM ഇപ്പം മൈലേജ് ഫോക്കസ് ചെയ്ത് ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് ഇതുപോലെ ഓടിച്ച് പോകാവുന്നതാണ്. വണ്ടി നിർത്തിയിട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊന്ന് സംസാരിക്കാം. പിന്നെ ഇതിന്റെ ന്യൂട്രൽ ഇടാനായിട്ട് കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ. ന്യൂട്രൽ ഇടാനായിട്ട് ചില സമയത്ത് നമുക്ക് ന്യൂട്രൽ വീഴത്തില്ല. നോക്കി കഴിഞ്ഞാൽ സെക്കൻഡിലോട്ടൊക്കെ ചിലപ്പോൾ തട്ടിപ്പോവും. അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഇപ്പൊ ഏതൊക്കെ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇത് മാത്രമല്ല, ന്യൂട്രൽ വീഴാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ന്യൂട്രലിന് ഫസ്റ്റ് വീഴുന്നില്ല, ഫസ്റ്റ് തട്ടുന്നുണ്ട് പക്ഷെ ഫസ്റ്റ് വീഴുന്നില്ല. സോ ഒന്ന് റെവ് ചെയ്തിട്ട് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ സാധനം വീണോളും. അതുപോലെ തന്നെ ന്യൂട്രൽ വീഴാനായിട്ടാണെങ്കിലും ഒന്ന് റെവ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നേരെ ന്യൂട്രലിലോട്ട് വീണോളും. പെട്രോൾ ഓടിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ഇപ്പോഴും ഇപ്പോൾ ഉള്ള പല പുതിയതായിട്ട് ഇറങ്ങുന്ന വണ്ടികളൊക്കെ എടുത്ത് കാട്ടിക്കളയാൻ തോന്നും. അത്രയും റിഫൈൻഡും എത്രത്തോളം എന്താ പറയുക, നമുക്ക് പ്രാക്ടിക്കബിൾ ആയിട്ട് എന്നാൽ നല്ല റഫായിട്ട് ഓടിക്കണമെങ്കിൽ റഫായിട്ടാണെങ്കിലും ഓടിക്കാം. ഓവറോൾ പാക്കേജ് വണ്ടിയുടെ പക്കയായിരുന്നു. നിർത്തിപ്പോയതിൽ വളരെയധികം സങ്കടമുണ്ട്. ഈ ഒരു 150cc അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സെക്ഷനിൽ നമ്മുടെ ഓർത്ത് നോക്കി, നമ്മുടെ R15 ഒക്കെ ഇപ്പോഴും ഇറങ്ങുന്ന രീതിക്ക് ഈ ഒരു CBR 150R വേർഷൻ 4 സീരീസ് ഒക്കെ ഇറങ്ങുന്ന ഓർത്ത് നോക്കി എന്തായിരിക്കും ആ സാധനം കാട്ടിക്കൂട്ടുന്നത്. ഇപ്പോഴും ഇന്തോനേഷ്യയിലോ ജപ്പാനിലോ ഒക്കെ ഈ ഒരു സാധനത്തിൻ്റെ മുതലുകൾ അവന്മാർ ഇറക്കി വിടുന്നുണ്ട്. CBR ഫാൻസ് അന്നും ഇന്നും ഒക്കെയുള്ള ആൾക്കാർ ഇപ്പോഴും വെയിറ്റിംഗ്. ഒരു CBR റൂമറിങ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും വെയിറ്റിംഗ്. നമ്മൾ കയറി സെർച്ച് ചെയ്യാത്ത ഒന്നുമില്ല ഇന്ത്യയിലോട്ട് വരുമോ എന്നുള്ളത്. സോ അത്രത്തോളം ഫാൻ ബേസ് എന്താ പറയുക, ഈ വണ്ടി ഇപ്പം ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷമാണ് ഇത്രത്തോളം ഫാൻ ബേസ് കയറി വന്നത്. അത്രത്തോളം ആൾക്കാർക്ക് വളരെയധികം പ്രിയങ്കരനായിട്ടുള്ളൊരു വണ്ടിയായിരുന്നു CBR 150. പിന്നെ ഓഫ് കോഴ്സ് 250 അതുപോലെ തന്നെ. 250 കുറച്ച് അക്രമമാണെന്ന് വേണമെങ്കിൽ പറയാം. ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാൽ മാരകമാണ്. അത് 250 സീരീസ് അല്ല, ഒരു 390 സീരീസ് ഒക്കെ ആയിട്ട് ചുമ്മാ പുഷ്പം പോലെ കയറി പിടിച്ച് കൊളുത്തുന്ന ഒരു ടീമാണ് 250.
ടോപ്പ് എൻ്റെ ഒക്കെ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണാവുന്നതേ ഉള്ളൂ. 250 ഒക്കെ അത്രത്തോളം മനോഹരമായിട്ടുള്ളൊരു CBR സീരീസ് ആയിരുന്നു ഓവറോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ മുന്നോട്ടുള്ള പുതിയ അപ്ഡേഷൻസ് ഒന്നും നമുക്ക് കിട്ടാതെ പോയി, ഡിസ്കണ്ടിന്യൂ ആയി. സോ അതൊക്കെയാണ് നമ്മുടെ CBRൻ്റെ വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഫർദർ ഫ്യൂച്ചറിൽ ഒരുപാട് എക്വിപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നല്ല പ്രോപ്പർ റിവ്യൂ തരണമെന്നുണ്ട്. ഇപ്പോൾ ആകെപ്പാടെ പിടിച്ചിരിക്കുന്ന ഈ ഒരു കളർ ഗ്രേഡിങ്ങിലും അതുപോലെ തംബ്നെയിലിലോ കുറേ പേര് കമൻറ്റിൽ വന്നിട്ട് തംബ്നെയിൽ പൊളി എന്നിടുന്ന ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എന്നാ ചെയ്യാൻ പറ്റും, വേറെ എക്വിപ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെപ്പാടെ ഉള്ളത് കുറച്ച് നാൾ മുന്നേ മേടിച്ചൊരു ഐഫോൺ 10s ആണ് മേടിച്ചത്. അതാണ് ക്യാമറ ഗിയർ എന്ന് വേണേൽ പറയാനായിട്ട് ആകെപ്പാടെ ഉള്ള ഒരു ക്യാമറ ഗിയർ. അതും പിന്നെ ഒരു ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം. സോ ഇതൊക്കെ വെച്ചാണ് നമ്മൾ ഓൾ വീഡിയോസും തട്ടിക്കൂട്ടുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാടധികം ആഗ്രഹിക്കുന്നുണ്ട്. സോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.